ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ജാലിയൻ വാലാബാഗ് അങ്ങനെയുള്ള ഒരു നിമിഷമായിരുന്നു. ജാലിയൻ വാലാബാഗിന് മുമ്പും അതിന് ശേഷവും എന്ന് ഇന്ത്യയെ ഡിഫൈൻ ചെയ്യാം. ക്വിറ്റ് ഇന്ത്യ അതുപോലെ ഒന്നായിരുന്നു. ചില വ്യക്തികളുടെ കാലഘട്ടവും അതുപോലെയാണ്. നമുക്ക് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം, ലോകമാന്യ തിലകൻ്റെ കാലഘട്ടം, ഇതൊക്കെ ഒരു ഡിഫൈനിങ് മോമെൻ്റാണ്. അതേപോലെ ഭാരതത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ഡിഫൈനിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയായിരുന്നു. ഭാരതം അതിനു മുമ്പും അതിന് ശേഷവും അങ്ങനെ ഒരു അതിക്രമം നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ചൈനീസ് യുദ്ധകാലത്തും അതുപോലെ പാകിസ്ഥാനും ഭാരതവുമായ യുദ്ധത്തിലുമൊക്കെ ഈ അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്ന അത്രയും ഭീകരമായ കരിനിയമങ്ങളോ അത് നടപ്പാക്കുന്ന ഭീകരമായ ഒരു ഗവൺമെൻറ് മെഷീനറിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അതിനെ ഭാരതം വളരെ സമർത്ഥമായി നേരിട്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിർണായകമായത്. പല രാജ്യങ്ങളും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തകർന്നു പോകാറാണ് പതിവ്. പക്ഷേ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്. അതിന് ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഈ ജനതയുടെ പോരാട്ട വീര്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. എന്തായിരുന്നു അടിയന്തരാവസ്ഥ? അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി അവരുടെ ഇലക്ഷൻ റദ്ദ് ചെയ്യുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യയാക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ വിധി. അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചു. പക്ഷേ പ്രധാനമന്ത്രിയായി തുടരാനുള്ള ഒരു സൗജന്യം അവർക്ക് സുപ്രീം കോടതി അനുവദിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയെയും ലോകത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക മാത്രമല്ല, രാത്രിയിൽ തന്നെ സമുന്നതരായ നേതാക്കന്മാരെ, ജയപ്രകാശ് നാരായണനെ പോലുള്ളവരെ, അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ള സമുന്നതരായ നേതാക്കന്മാരെ അന്ന് അവർ രാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റ് ചെയ്ത വാർത്തകളോ അടിയന്തരാവസ്ഥയുടെ വാർത്തകളോ പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ മാധ്യമങ്ങളിലേക്ക് ഉള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയും പത്ര ഓഫീസുകളിൽ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയുണ്ടായി. പിറ്റേ ദിവസത്തെ പല പത്രങ്ങളും ഇറങ്ങിയില്ല. ചില പത്രങ്ങൾ വളരെ ഈ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കട്ട് ചെയ്യാൻ സാധിക്കാത്ത ചില ഏരിയകളിലുണ്ടായിരുന്ന മദർലാൻഡ് പോലെയുള്ള പത്രങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്, വാർത്ത ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം ഭാരതം മുഴുവൻ ഒരു ജയിലറയായി. എത്രയോ ആളുകളെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റുകളുണ്ടായി, വ്യാപകമായ അക്രമങ്ങളുണ്ടായി, പോലീസ് ക്രൂരത അതിൻ്റെ പാരമ്യത്തിലെത്തി. ആർക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി.
പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മാധ്യമങ്ങൾ സെൻസർഷിപ്പിന് വിധേയമായി. പല മാധ്യമ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വന്നു. അങ്ങനെ ഒരു സത്യസന്ധമായ ഒരു വാർത്തയും അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് ജീവിച്ചത്. നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളത് പോലും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയിൽ പല സംഘടനകളെയും നിരോധിച്ചു. 26ഓളം സംഘടനകളെ നിരോധിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു. അങ്ങനെയുള്ളപ്പോൾ പ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സമുന്നത നേതാക്കന്മാരും ഒരുമിച്ച് ഇരുന്ന് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ലോക സംഘർഷ സമിതിക്ക് രൂപം കൊടുക്കുകയും ഐതിഹാസികമായ ഒരു സമരത്തിന് രൂപം നൽകുകയുണ്ടായി. ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമയ്ക്ക് അനുയോജ്യമായ നിലയിൽ സഹന സമരത്തിലൂടെ, അഹിംസാ സമരത്തിലൂടെ തികച്ചും ശാന്തമായി ഈ കാലഘട്ടത്തിലെ അതിക്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ലോക സംഘർഷ സമിതി നവംബർ 14 മുതൽ ജാനുവരി 14 വരെ നീണ്ടു നിൽക്കുന്ന 2 മാസക്കാലത്തേക്ക് സഹന സമരങ്ങൾ ആസൂത്രണം ചെയ്തത്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നും സ്വാതന്ത്ര്യം തിരിച്ചു നൽകണമെന്നും ജനനേതാക്കളെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ, അതുപോലെ മുദ്രാവാക്യങ്ങൾ, ചുവരെഴുത്തുകൾ, പ്രകടനങ്ങൾ ഒക്കെ നടന്നു. കേരളത്തിൽ നിന്ന് CPIയുടെ അച്യുതമേനോനും അതുപോലെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായ കാലമാണ്. CPIയും കോൺഗ്രസും ചേർന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിൻ്റെ ഒരു പ്രകടിത രൂപമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. രാജനെ പോലുള്ള ആളുകൾ ഉരുട്ടി കൊലപ്പെടുത്തിയ ചരിത്രമൊക്കെ പിന്നീട് നമ്മൾ വായിക്കുകയുണ്ടായി, അറിയുകയുണ്ടായി. കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ലോക്കപ്പ് മുറിയായി. എവിടെയും ആർക്കും നടക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഭയചകിതമായ ഒരു അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത്. കോൺഗ്രസ്സുകാരും CPIക്കാരുമല്ലാത്ത ആളുകൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ആ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സത്യാഗ്രഹ സമരപരിപാടികൾ അരങ്ങേറുകയുണ്ടായി. ഏതാണ്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം 1,74,000-ഓളം ആളുകളെ ഈ സമരപരിപാടിയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 7,000-ഓളം പേരെ ആണ് അറസ്റ്റ് ചെയ്തത്. എത്രയോ ആളുകൾ, അതിനേക്കാൾ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ മർദ്ദിച്ച് പുറത്തുവിട്ട ചരിത്രവും ഉണ്ട്. അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് ആ ദുര്യോഗത്തിന് പാത്രമായ ആളുകളെ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ വളരെ വിപുലമായ സംഖ്യ അന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ സമര പരിപാടികളിൽ പങ്കെടുത്തത്. സംഘടനാ കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു. അതുപോലെ സർവോദയ സംഘടനയുടെ ആളുകളുണ്ടായിരുന്നു. മന്മഥൻ സാറ് ലോക സംഘർഷ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. രാമപിള്ള സാറ് സെക്രട്ടറി ആയിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 2 മാസക്കാലം സമരം അരങ്ങേറുകയുണ്ടായി. ഞാൻ അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കൊച്ചിയിലെ ഓഫീസിലായിരുന്നു. പത്രപ്രവർത്തനം
തുടങ്ങിയിട്ടുള്ള എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ആദ്യകാലങ്ങൾ എന്ന് പറയാം. 1972 ഇന്ത്യ 1973 ഡിസംബർ 6 ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചിയിൽ തുടങ്ങി. 1973 ഡിസംബർ 12 ഞാൻ അവിടെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ചേർന്നു. എൻ്റെ പ്രൊബേഷണറി പീരീഡായിരുന്നു. പക്ഷേ ഈ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഈ കിരാത നിയമങ്ങൾ വന്ന ആ കാലഘട്ടത്തിൽ ലോക സംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്താൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എൻ്റെ കൂടെ 7ഓളം പേര് ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. അന്ന് സംഘടനയുടെ തീരുമാനം, ലോക സംഘർഷ സമിതിയുടെ തീരുമാനപ്രകാരം 2 സമരങ്ങളാണ് ഞാൻ നയിച്ചത്. അതിൽ ആദ്യത്തെ ദിവസം പോലീസിന് പിടി കൊടുക്കരുത് എന്നും, രണ്ടാമത്തെ ദിവസം പോലീസിന് മുൻപിൽ പോലീസിന് പിടി കൊടുക്കണം എന്നും പൗലോസിനെ നേരിടണമെന്നും എന്നുള്ള നിലയിൽ തന്നെ ആണ് തീരുമാനിച്ചിരുന്നത്. ആദ്യത്തെ ദിവസം അത് ഡിസംബർ 9 ആയിരുന്നു. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന ഏതാണ്ട് 5 മണിയോട് കൂടിയിട്ടാണ് ആ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബോട്ട് വൈപ്പിനിലേക്ക് പോകുന്നത്. അത് ഐലൻഡ്, സാധാരണ ബോട്ട് ഐലൻഡിൽ അടുക്കും. പക്ഷേ ഈ ബോട്ട് ഐലൻഡിൽ അടുക്കുന്ന ബോട്ടല്ല, നേരെ വൈപ്പിനിലേക്ക് പോകും. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ഈ ബോട്ടിൽ നമുക്ക് കിട്ടും. അവിടെ നോട്ടീസുകൾ വിതരണം ചെയ്യാം, നമുക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കാം, അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കാൻ. ഞാൻ ഈ നോട്ടീസുകൾ വിതരണം നടത്തി. ഞങ്ങളുടെ ബാച്ചിലുള്ള ആളുകൾ, ബോട്ടിനകത്തുള്ളവർക്കൊക്കെ നോട്ടീസുകൾ വിതരണം നടത്തി, മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഞാനൊരു 5 മിനിറ്റ് അവിടെ സംസാരിക്കുകയും ചെയ്തു. അന്ന് വൈപ്പിനിലെത്തി അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് ഞങ്ങൾ പോലീസിന് പിടികൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തന്നെ അതേ ബാച്ച് ഒരു രാവിലെ ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് ഒരു പ്രകടനമായിട്ട് പോയി. നോട്ടീസുകൾ 2 നോട്ടീസ് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നും ജനനേതാക്കളെ വിട്ടയക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം വേണമെന്നും ഒക്കെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നോട്ടീസുകൾ വിതരണം നടത്തി. മുദ്രാവാക്യങ്ങൾ മുഴക്കി. മട്ടാഞ്ചേരി ഈ പാലസ് റോഡിലോ ന്യൂ റോഡിൽ കൂടെ പ്രകടനം മുന്നോട്ട് നീങ്ങി. പാലസ് റോഡിലെത്തി. ആനവാതിലിന് അടുത്ത് എത്തുന്ന സമയത്ത് പോലീസ് ജീപ്പ്, 2 ജീപ്പ് വന്നു. അന്ന് CI അബ്ദുൾ റഹ്മാനായിരുന്നു, SI നടേശനായിരുന്നു, ASI രാജഗോപാലായിരുന്നു. അവിടെ ഞങ്ങളെ കണ്ട ഉടനെ ജീപ്പ് നിർത്തി. അസഭ്യവർഷം കൊണ്ട് ഓടറ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ലാത്തി കൊണ്ട് ഞങ്ങളെ അടിച്ച് ഓടിക്കാൻ ശ്രമിച്ചു. ഞങ്ങളാരും ഓടിയില്ല. അവിടെ പല ആളുകൾ, പല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവിടെ നിലത്ത് വീണു, ചിലർ ഓടയിൽ വീണു. അവിടെ വെച്ച് ഇവർ ലാത്തി ചാർജ് ചെയ്തു, ഇടിക്കുകയൊക്കെ ചെയ്ത്. ഓടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് ജീപ്പിനകത്തേക്ക് തള്ളി, ഉന്തിയും തള്ളിയും കയറ്റി എല്ലാവരെയും ജീപ്പിനകത്താക്കി കഴിഞ്ഞപ്പോൾ നടേശൻ പറഞ്ഞു, പള്ളുരുത്തിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആനവാതിലിൻ്റെ തൊട്ടടുത്താണ് ഈ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. ഒരു 5 മിനിറ്റ് നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്താവുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ പള്ളുരുത്തിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. കാരണം പള്ളുരുത്തിയിൽ അവിടെ വരുന്ന അവിടെ കൊണ്ടു ചെല്ലുന്ന ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് അവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. കൊണ്ടുപോയ ഉടനെ ഇവിടെ ആരുമില്ലേ എന്ന് നടേശൻ ചോദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ വരികയും പിന്നെ അക്ഷരാർത്ഥത്തിൽ ഫ്രീ ഫോർ ഓൾ എന്ന നിലയായിരുന്നു. ആർക്കും അടിക്കാം, ഇടിക്കാം, തൊഴിക്കാം, ചവിട്ടാം എന്ന നിലയിൽ അവിടെ വരുന്ന പോലീസുകാർ ഞങ്ങളുടെ നേരെ അവരുടെ എല്ലാ കൈക്രിയകളും കാൽക്രിയകളും ഒക്കെ ചെയ്യുകയായിരുന്നു. അവർ 2 വരിയായി നിന്ന് ഞങ്ങളെ അവരുടെ 2 വരികൾക്കിടയിലൂടെ കടത്തിവിടുകയും ഇടിക്കുകയും തൊഴിക്കുകയും
അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് പുറത്താണോ അകത്താണോ എന്നൊന്നും നിശ്ചയമില്ലാത്തവണ്ണം എല്ലാ ഭാഗത്തു നിന്നും ഇവരുടെ മർദ്ദനങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ പോകുന്ന വഴിയിൽ കയ്യിൻ്റെ കുഴ കൊണ്ട് പുറത്ത് ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ചില സത്യാഗ്രഹികളെ പോലീസുകാർ മുടിക്കുത്തിന് പിടിച്ച് കാലിനിടയിലേക്ക് തല തിരികെ വെച്ചിട്ട് മുതുകിന് കയ്യിൻ്റെ മുട്ടുകൊണ്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. അവസാനം കുറേ കൈക്കറികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേതാവിനെ ഇങ്ങോട്ട് വിട് എന്ന് നടേശൻ പറയുകയും എന്നെ കൊണ്ടുപോയി കുനിച്ചു നിർത്തി തോക്കിൻ്റെ പാത്തി കൊണ്ട് ഈ ഒലയ്ക്ക് കൊണ്ട് ഇടിക്കുന്നത് പോലെ 2-3 പ്രാവശ്യം നടേശൻ എൻ്റെ പുറത്ത് തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിക്കുകയുണ്ടായി. അതേപോലെ ഈ ലൈൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന ഓരോ സത്യാഗ്രഹികളെയും ഇതേപോലെയാണ് പോലീസുകാർ ട്രീറ്റ് ചെയ്തത്. എല്ലാവർക്കും ഈ പോലീസ് ഈ തോക്കിൻ്റെ പാത്തി കൊണ്ടുള്ള അതിഭീകരമായ മർദ്ദനം അനുഭവിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ ഈ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ അതിക്രമങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പല പോലീസുകാരും ക്ഷീണിച്ചു. അവസാനം മട്ടാഞ്ചേരിക്ക് വിട് എന്ന് പറഞ്ഞ് ജീപ്പിൽ മട്ടാഞ്ചേരിക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടെ ആരും ഇല്ലേടാ എന്ന് നടേശൻ ചോദിക്കുകയും അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കൂടി ഞങ്ങളെ ചൂരൽ കൊണ്ട് അടിക്കാനും തുള്ളട എന്ന് പറഞ്ഞ് എല്ലാവരെയും തുള്ളിക്കുകയും പിന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചൂരൽ കൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. തളർന്നിരിക്കുന്ന ആളുകളുടെ ഉള്ളംകാലിൽ ചൂരൽ കൊണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ പോലീസുകാർക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഈ സത്യാഗ്രഹികളുടെ മേൽ ചെയ്തുകൊണ്ടേയിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഈ പട്ടിപ്പൂട്ട് എന്നുള്ള ഒരു പ്രയോഗം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അത് രണ്ട് പേര് കുനിഞ്ഞു നിൽക്കുന്നു, പരസ്പരം അവരുടെ കാലിനിടയിൽ കൂടെ കൈയിട്ട് അടുത്തയാളുടെ കൈ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ വളഞ്ഞു നിൽക്കുന്ന 2 പേരുടെയും മുതുകിൽ പോലീസുകാർ ഈ കരാട്ടെ പ്രയോഗം പോലെ കൈകൊണ്ട് വെട്ടുകയും അതുപോലെ ഇടിക്കുകയും കൈ കുഴ കൊണ്ട് കുത്തുകയുമൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പട്ടിപ്പൂട്ട് എന്നുള്ളത്. കേരളത്തിൽ വ്യാപകമായി നടപ്പാക്കിയിട്ടുള്ള ഒരു മർദ്ദനമുറയാണ്. അതിന് പോലീസ് ഭാഷയിൽ പട്ടിപ്പൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ സത്യാഗ്രഹികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു മർദ്ദന മുറയായിരുന്നു അത്. ഈ ഏതാണ്ട് അവിടെയും ഒരു 1-2 മണിക്കൂർ നേരത്തെ മർദ്ദനമൊക്കെ കഴിഞ്ഞപ്പോൾ പോലീസുകാരും ക്ഷീണിച്ചു, ഞങ്ങളും വളരെ തീരെ അവശരായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം മഴയും തോർന്നതുപോലെ എല്ലാം കെട്ടടങ്ങിയതുപോലെ ഒരു ശാന്തതയായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളോട് ചോദിച്ചു, എടാ ഇവിടെ എത്രയോ കാലം ഭരിച്ച മാർക്സിസ്റ്റുകാരുണ്ടല്ലോ, അവരൊന്നും സമരം ചെയ്യാൻ ഇറങ്ങാത്ത സമയത്ത് എന്തിനാടാ ഈ RSSൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തല്ലുകൊള്ളാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്ന് ചെല്ലപ്പൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് എന്തുകൊണ്ടോ ഈ ദേവാസുര ഭാവം ഈ പോലീസുകാരിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ കഴിയും. ചെല്ലപ്പൻ കാശുണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് സത്യാഗ്രഹത്തിന് പോകുന്ന ആളുകൾ കുറച്ച് തുക കയ്യിൽ കരുതണം എന്നുള്ളത് ഒരു നിയമം എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു. കാരണം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ ബാച്ചിനെ തള്ളിയാൽ അവിടെ നിന്ന് രക്ഷപ്പെടത്തക്ക രീതിയിൽ കുറച്ച് തുകയെങ്കിലും കയ്യിൽ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. അപ്പോൾ അയാൾ, നമുക്ക് അത്ഭുതം തോന്നും, അയാൾ വൈറ്റ് ടർപ്പൻറ്റൈൻ വാങ്ങിച്ച് കൊണ്ടുവരികയും എല്ലാവരും മേലിട്ടത് പിടിക്കാൻ പറഞ്ഞ് വൈറ്റ് ടർപ്പൻറ്റൈൻ ശരീരത്തിൽ പുരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ് അയാളത് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്നു. ഒരു പോലീസുകാരൻ ഒരേ സമയത്ത് മൃഗവും
മനുഷ്യനുമാകുന്ന ഒരു ദൃശ്യമാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അന്ന് ഞാൻ കണ്ടത്. അവിടെ പോലീസ് രാജഗോപാലാണ് എന്നെ ചോദ്യം ചെയ്തത്. അവിടെ ഞങ്ങളുടെ ബാച്ചിലുള്ള മറ്റാ ആളുകളെ ആരെയും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. അവർ മർദ്ദിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്കൊന്നും അറിയണമെന്നുണ്ടായിരുന്നില്ല. രാജഗോപാലിനും പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നിന്ന് സാധാരണ കേരളത്തിൽ കുരുക്ഷേത്രം എവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന കേരളത്തിലെ ഭാസ്കർറാവുജി എവിടെയാണ് എന്ന് ചോദിച്ച് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ച് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ചില ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി മർദ്ദനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷനും അറിയണമെന്നുണ്ടായിരുന്നില്ല. ഈ രാജഗോപാൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെ നമുക്ക് ഈ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും വേണ്ടി എന്തെങ്കിലും ചോദിക്കുന്നത് പോലെയായിരുന്നു. എന്നോട് രാജഗോപാൽ ചോദിച്ചു, നീ എത്ര വരെ പഠിച്ചടാന്ന് ചോദിച്ചു. BA വരെ എന്ന് പറഞ്ഞു. എന്തായിരുന്നു BA ഇംഗ്ലീഷ്? അപ്പം നീ എൻ്റെ അത്രയും പഠിച്ചിട്ടുണ്ടല്ലോ, എന്താടാ നീ പോലീസിൽ ചേരാതിരുന്നത് എന്ന് ചോദിച്ച് അയാൾ എന്നെ മർദ്ദിച്ചു. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇല്ല. എന്താടാ പ്രേമിക്കാത്തത് എന്ന് ചോദിച്ച് അതിനും ഒരു ഇടി. BAക്ക് നിനക്ക് ഏതായിരുന്നുടാ സബ്ജക്റ്റ്? ഷേക്സ്പിയർ ആണെന്ന് പറഞ്ഞു. വേഗം പറയടാ എന്ന്. ഇങ്ങനെ വളരെ സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ എൻഡിൽ മർദ്ദനവും എന്ന നിലയിൽ ആയിരുന്നു ആ ചോദ്യം. അതൊക്കെ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് അവർ വളരെ ശാന്തമായി ഗാന്ധിയൻ രീതിയിൽ സമരം നടത്തിയിട്ടുള്ള ആളുകളെ ഹിറ്റ്ലറുടെ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളത് ഒരു $1 മില്യൺ ചോദ്യമാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യാം, കോടതിയിൽ ഹാജരാക്കാം, ചെയ്ത കുറ്റത്തിന് അവർക്ക് ചാർജ് ഷീറ്റ് തരാം, അതിന് ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഇതൊന്നുമില്ലാതെ വളരെ ശാന്തമായി സമാധാനപരമായി സഹന സമരം നടത്തിയിട്ടുള്ള, വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള, അതും പലപ്പോഴും ഗാന്ധിജി സിന്ദാബാദ് എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഗാന്ധിജിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് മർദ്ദനമേൽക്കേണ്ടി വരുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. അത് പരക്കെ കേരളത്തിൽ അങ്ങനെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചത്ത ഗാന്ധിക്ക് കീജെ വിളിക്കാതെ ജീവിച്ചിരിക്കണ ഗാന്ധിക്ക് കീജെ വിളിക്കട എന്ന് പറഞ്ഞിട്ട് തല്ലിയ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഗാന്ധിജിയെ പോലും അവർ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. വ്യാപകമായി കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പിറ്റേ ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കി ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഡിസംബർ 11 എന്നെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ ഹാജരാക്കി. 2.5 മാസമാണ് ഞാൻ എറണാകുളം സബ് ജയിലിൽ കിടന്നത്. 2 മാസത്തേക്ക് എന്നെ ശിക്ഷിച്ചുകൊണ്ട് ജാനുവരി 23 ആണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് എന്നെ ശിക്ഷിച്ചുകൊണ്ട് 2 മാസം ശിക്ഷിച്ചുകൊണ്ടാണ് വിധി വന്നത്. ഇപ്പോൾ 2.5 മാസം അപ്പോഴേക്കും കഴിഞ്ഞത് സെറ്റ് ഓഫ് വിത്ത് റിമാൻഡ് പീരിയഡ് എന്നുള്ളതൊരു സാങ്കേതിക പദമാണ്. അന്ന് തന്നെ റിലീസാക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് ഒരു സത്യാഗ്രഹ സമരം കൊണ്ട് മാത്രം ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം അവസാനിച്ചിരുന്നില്ല. ഇനിയും ഈ സമരത്തിന് വേണ്ടി പോയ ആളുകൾക്ക് അനേകം ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. കേരളത്തിലും ഭാരതത്തിലുമൊക്കെ പലതരത്തിൽ പല രീതിയിൽ സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് പരക്കെ ഈ പത്രമാരണ നിയമമുള്ളതുകൊണ്ട് സത്യസന്ധമായ വാർത്തകൾ പുറത്തു വരുമായിരുന്നില്ല. അപ്പോൾ നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറിൻ്റെ ഒരു വലിയ ശൃംഖല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ പേരുകളിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യം ഒരു ബുള്ളറ്റിൻ പോലെ ജനസന്ദേശം ഇറക്കിയിരുന്നു.
അത് കുറച്ചുകൂടി വ്യാപകമായ രീതിയിൽ കുറച്ചുകൂടി കണ്ടൻറ്റോടുകൂടി ഒരുപാട് വാർത്തകളുമായിട്ട് അധികം ഇൻഫർമേഷനോടുകൂടി കുരുക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ അത് പരിഷ്കരിച്ചു. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് എന്നെ കുരുക്ഷേത്രത്തിൻ്റെ എഡിറ്റിംഗ് ജോലി ഹരിയേട്ടനെ ഏൽപ്പിക്കുകയുണ്ടായി. ഞാൻ ആ കുരുക്ഷേത്രത്തിൻ്റെ എഡിറ്റിംഗ് ജോലിയാണ് ആ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ധാരാളം വാർത്തകൾ നമ്മുടെ അടുത്ത് വരും. അത് സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് അതിനകത്ത് എടുക്കാവുന്നത് എടുത്ത് കൊള്ളാവുന്ന രൂപത്തിൽ ഒരു വായിക്കാവുന്ന മാധ്യമ സ്വഭാവത്തോടു കൂടി ഒരു ഡിസൈൻ ചെയ്ത് ഇറക്കുക എന്നുള്ളത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ശ്രമകരമായ ഒരു പണിയാണ്. അത് പ്രിൻ്റ് ചെയ്യാൻ പ്രസ്സുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരാൻ സാധ്യതയില്ലാത്ത ഒരു കാലമാണ്. പക്ഷേ അന്നും നമുക്ക് അനേകം പ്രസ്സുകൾ അതിനുവേണ്ടി സഹായം ചെയ്തിരുന്നു. ഞാൻ 13ാമത്തെ കുരുക്ഷേത്രം മുതൽ അത് കുരുക്ഷേത്രത്തിൻ്റെ 19ാമത്തെ ലക്കത്തോട് കൂടിയിട്ടാണ് കുരുക്ഷേത്രം അവസാനിച്ചത്. അതുവരെയുള്ള കുരുക്ഷേത്രത്തിൻ്റെ എഡിറ്റിംഗ് ജോലി ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു. പത്രപ്രവർത്തന രംഗത്തേക്ക് വന്ന ആദ്യകാല പത്രപ്രവർത്തകന് ഒരു വലിയ സംരംഭത്തിൻ്റെ, വലിയ ഒരു സമരത്തിൻ്റെ, വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ വലിയ ആയുധമായ ഒരു മാധ്യമരംഗത്തിൽ ചെറിയ റോള് വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കുരുക്ഷേത്രം കയ്യിൽ വെച്ചതിന് വേണ്ടി ധാരാളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുരുക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ കുരുക്ഷേത്രം എവിടെയാണ്, എങ്ങനെയാണ് ഇത് വന്നിരുന്നത് എന്നുള്ളത് അന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ആരെ അറസ്റ്റ് ചെയ്താലും അവർക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻ തന്നെ വളരെ പരിമിതമായിരുന്നു. കാരണം ഓരോ ഇൻഫർമേഷനും ബ്രേക്ക് ചെയ്തിട്ട് ആരാണ്, എവിടെയാണ്, എന്താണ് എന്നുള്ളതെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു കുരുക്ഷേത്രത്തിൻ്റേത്. അതിന് തുടക്കത്തിൽ 2000 മുതലൊക്കെ തുടങ്ങി 60,000 കോപ്പി വരെ കേരളത്തിൽ 8 സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ കുരുക്ഷേത്രം പ്രിൻ്റ് ചെയ്തിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രം സർക്കുലേഷൻ അതിനുണ്ടായിരുന്നു, ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഇന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ എറണാകുളം സബ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ എനിക്ക് ലഭിക്കുന്നത്. അത് വലിയ അത്ഭുതമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന ഒരു മാധ്യമമായിരുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി നിന്നിരുന്ന ഒരു മാധ്യമം അതേ രീതിയിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി പോയ ഒരു ജീവനക്കാരനെ, ഒരു ജേർണലിസ്റ്റിനെ, ഒരു മാധ്യമ പ്രവർത്തകനെ പിരിച്ചുവിട്ടു എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ പ്രൊബേഷണറി കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു തുടക്കക്കാരനായതുകൊണ്ട് ആബ്സെൻസ് വിത്തൗട്ട് ലീവ് എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് പിരിച്ചുവിട്ടത്. ഇതെല്ലാം അന്ന് രാംനാഥ് ഗോയങ്ക എന്ന വലിയ മനുഷ്യൻ അറിഞ്ഞിരുന്നോ എന്നുള്ളത് എനിക്കിപ്പോഴും കൃത്യതയില്ല. എന്തായാലും അത് ആരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടാകാനിടയില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതൊരു വലിയ ഇതാണ്. അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വൈരുദ്ധ്യമാണ് എൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായത്. ഇന്ത്യൻ എക്സ്പ്രസ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യുന്നു, അതിനകത്തെ ഒരു ജേർണലിസ്റ്റ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് അയാൾ പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ വളരെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, ജനത ഈ അടിയന്തരാവസ്ഥ അധികകാലമൊന്നും നീണ്ടു നിന്നില്ല.
പല ആളുകളും നിരാശരായെങ്കിലും ഈ ലോക സംഘർഷ സമിതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തീർച്ചയായും ഈ അടിയന്തരാവസ്ഥ പോകും എന്ന് തന്നെ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഭാരതത്തിനകത്ത് മാത്രമല്ല വിദേശത്തും വലിയ രീതിയിലുള്ള ഗവൺമെൻറ് വിരുദ്ധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതൊരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ അതിക്രമങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ കുപ്രസിദ്ധമായിരുന്നു. ഇവിടുന്ന് സുബ്രഹ്മണ്യസ്വാമിയെ പോലുള്ള ആളുകൾ വിദേശത്ത് പോയിട്ട് അനേകം യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ദിരാഗാന്ധിക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അധികകാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്തായാലും ഈ നീണ്ടുനിന്ന സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലും അന്താരാഷ്ട്ര തലത്തിൽ അവർക്കെതിരെയുള്ള അഭിപ്രായ രൂപീകരണം കൊണ്ടും അവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്ന് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള ചില സൂചനകൾ അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റായ ജനവികാരങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തവർ കൊടുത്ത ചില ഇൻഫർമേഷൻ മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നു. ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ അടപടലം ഈ വടക്കേ ഇന്ത്യയിൽ നാമാവശേഷമായി എന്ന് പറയാൻ കഴിയും. അങ്ങനെ നമ്മൾ നിരക്ഷരകുക്ഷികളെന്നും വിദ്യാഭ്യാസമില്ലെന്നും വിവരമില്ലെന്നും ധരിച്ചിരുന്ന വടക്കേ ഇന്ത്യയിലെ ആളുകൾ ജനാധിപത്യ ബോധം കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ടിരുന്നു എന്നും അവർ അത് ഫലപ്രദമായി ഉപയോഗിച്ച് ഈ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിനെ മറിച്ചിടത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ വിവേകം കാണിച്ചു എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും മലയാളികളെക്കുറിച്ചിട്ട് വലിയ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് കേരളം മറിച്ചാണ് ചിന്തിച്ചത്. കേരളം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നുള്ളതും നമ്മൾ സത്യത്തിൽ മാറി മാറി വരുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വേണ്ടത്ര നിലയിലുള്ള ചർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പഠനം നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പഠനം നടത്തേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു, CPM പരാജയപ്പെട്ടു എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ, ചിന്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് വേണ്ട നിലയിൽ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ അട്രോസിറ്റീസ്, അടിയന്തരാവസ്ഥയുടെ ഈ കിരാത ഭരണം, അത് കേരളത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ശൈലി കൊണ്ട്, അതുപോലെ പല സ്ഥലത്തും അവർക്ക് ജനങ്ങൾക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും അച്ചടക്കം എന്നുള്ളത് അഭികാമ്യമായ ഒന്നായിട്ട് തോന്നിയിട്ടുണ്ടാകാം. ഒരു കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ അതിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യമാണ്. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ CPMന് വളരെ പരിമിതമായ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ലോക സംഘർഷ സമിതിയുമായി സഹകരിച്ച് സമരം നടത്താൻ അവർ തീരുമാനിക്കുകയുണ്ടായില്ല. രാമപിള്ള സാറും അതുപോലെ ഗോഡ്ബോളേജിയുമൊക്കെ EMSനെ കാണാൻ ചെന്ന സമയത്ത് വളരെ തുറന്ന രീതിയിൽ CPM സമരത്തിനില്ല എന്ന് തന്നെ അവർ പറയുകയുണ്ടായി. അതായത് ഇന്ത്യയിൽ മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അതിഭീകരമായ സമരമുഖം, അതിഗംഭീരമായ സമരമുഖം തുറന്നപ്പോൾ കേരളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സമരത്തിൻ്റെ
രംഗത്ത് വളരെ ശൂന്യമായിരുന്നു. ആദ്യകാലത്ത് ഒരുപാട് അറസ്റ്റുകൾ നടന്നിരുന്നു. CPM-ൻ്റെ അനേകം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. EMS-നെയും AKGയും പോലുള്ള ആളുകൾ. പിണറായി വിജയന് അതിഭീകരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആദ്യത്തെ 1-2 മാസം കൊണ്ട് ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. പിന്നീട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ഒരു ലോക സംഘർഷ സമിതി മുന്നോട്ട് വന്നതുപോലെ അത്ര ശക്തമായി ഇടതുപക്ഷം കൂടെ സഹകരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനം വരുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് അന്ന് സംഭവിച്ചില്ല. ഇടതുപക്ഷം അനുവർത്തിക്കേണ്ട, പ്രത്യേകിച്ചും CPM ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മം, രാഷ്ട്രീയ ധർമ്മം അനുഷ്ഠിക്കാത്തതുകൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ള ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾ മടിച്ചു. കോൺഗ്രസ് തന്നെയാണ് അതിനേക്കാൾ ഭേദമെന്ന് ആളുകൾ വിചാരിച്ചാൽ അവരെ തെറ്റു പറയാൻ നിവൃത്തിയില്ല. കാരണം അങ്ങനെയുള്ള ഒരു സമീപനമായിരുന്നു ഇടതുപക്ഷം കേരളത്തിൽ സ്വീകരിച്ചത്. ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു വലിയ പരിവർത്തനം വരുത്തത്തക്ക ശക്തി അന്നുണ്ടാകാതിരുന്നതുകൊണ്ട് കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിൽ രൂപം കൊണ്ട ഒരു ഇന്ദിരാ വിരുദ്ധ തരംഗം മുതലാക്കാൻ സാധിച്ചുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാഷ്ട്രീയ ചിന്തകന്മാരും അതുപോലെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിലെങ്കിലും എന്തുകൊണ്ട് കേരളം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ 2015 ഈ അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങൾ അനുഭവിച്ച് അടിയന്തരാവസ്ഥയെ എതിർത്തവരും എതിർപ്പിന് പിന്തുണ നൽകിയവരും എല്ലാവരും ചേർന്ന് ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയുണ്ടായി. ആ അസോസിയേഷൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഞാൻ അതിൻ്റെ ഒരു സ്ഥാപക വൈസ് പ്രസിഡൻ്റായിരുന്നു. പിന്നെ പ്രസിഡൻ്റായി, പിന്നെ ഞാൻ രക്ഷാധികാരിയായി. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിടത്തോളമുള്ള പഠനങ്ങൾ നടക്കുകയുണ്ടായി. ഒരു ഉദാഹരണം, അന്ന് ശരിയായ ഒരു ഡോക്യുമെൻറ്റേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. ആരൊക്കെയാണ് പോയത്, എങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും റെക്കോർഡുമൊക്കെ ആയിട്ട് ഏതാണ്ട് 2000-3000-ഓളം ആളുകളുടെ ഒരു ലിസ്റ്റ് കേരളത്തിൽ നിന്ന് ശേഖരിക്കാനുള്ള ഒരു ശ്രമം ഒന്ന് നടന്നിരുന്നു. മാത്രമല്ല വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഓരോ ആളുകളുടെയും അനുഭവ വിവരണങ്ങളുടെ ഒരു വീഡിയോ അന്ന് എടുക്കുകയുണ്ടായി. അന്ന് ഏതാണ്ട് ഒരു 1000-ഓളം ആളുകൾ കേരളത്തിൽ, നമ്മുടെ അന്ന് ഭാസുരേന്ദ്രബാബു ഉൾപ്പെടെയുള്ള അതിൽ രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിരുന്ന കുറേ പേരുടെ 1000-ഓളം ആളുകളുടെ അനുഭവ സാക്ഷ്യം രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം അത് ഒരു ഡോക്യുമെൻ്ററി ആയിട്ടോ അല്ലെങ്കിൽ വിപുലമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്ന് സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ വിശ്വസംവാദ കേന്ദ്രത്തിലൂടെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ കുറേ പേരുടെ അനുഭവ സാക്ഷ്യം ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം അവരൊക്കെ ഒരിക്കലും എവിടെയെങ്കിലും അവരുടെ മുഖം കേരളത്തിലോ ഇന്ത്യയിലോ ആളുകൾ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇടയുണ്ടായിരുന്നില്ല. അവരുടെ അനുഭവങ്ങൾ, അവരനുഭവിച്ച ദുഃഖം, അവരുടെ കുടുംബത്തിലെ വേദനകളൊക്കെ അവർ പറയുന്നത് നമ്മുടെ കണ്ണുനീരണിയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ തൃശ്ശൂരിൽ ഒരു പുരുഷോത്തമൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രചാരകനായിരുന്നു. അദ്ദേഹത്തെ ഇരുമ്പ് കട്ട തോർത്തിൽ കെട്ടിയിട്ടാണ് ഇടിച്ചത്.
അദ്ദേഹം ഭീകരമായ മർദ്ദനത്തിന് വിധേയനായി. അന്ന് ഈ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഓരോ ആളുകൾ, കൊച്ചിയിലെ പുരുഷോത്തമൻ ഉണ്ടായിരുന്നു. 4 പേരാണ് അവരുടെ വീട്ടിൽ നിന്ന് പോയത്. പുരുഷോത്തമൻ ഉൾപ്പെടെ ഒരു പക്ഷേ 4-5 ആളുകൾ പോയിട്ടുണ്ടാകും. ഒരു വീട്ടിൽ നിന്ന് ഒരു കോസിന് വേണ്ടി, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി 4 പേര് 5 പേര് സമരത്തിന് പോകുന്നു. അതും പുരുഷോത്തമനൊക്കെ പോലീസ് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചിട്ടുണ്ട്. ചെവിക്കല്ലിന് നോക്കി 2 കൈ കൊണ്ടും അടിച്ച് ചെവി പൊട്ടി ചോരയൊലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ പറയുന്നിടത്ത് ഈ ചെവിയിൽ അടിച്ച് തുടരെ അടിച്ച് ഒരു സന്ദർഭത്തിൽ മൂത്രം പോയി. പിന്നീട് ഇങ്ങനെ ആ മൂത്രം പോകുന്നത് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, അത്രയും ഭീകരമായ അനുഭവ സാക്ഷ്യം എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? അത് കുറേ ഏതാണ്ട് 1000-ഓളം പേരുടെ അനുഭവ സാക്ഷ്യം അന്ന് റെക്കോർഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ആളുകളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അന്നത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, കേരളത്തിലെ ഈ പല മർദ്ദനമുറകളെ കുറിച്ചിട്ട് പറയാറുണ്ട്. പല ആളുകളും അനുഭവിച്ച ഗരുഡൻ തൂക്കം, അതുപോലെ ഈ പട്ടിപ്പൂട്ട് ഉണ്ട്, ക്ലിപ്പിങ് എന്നുണ്ട്, ഹീറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇതൊക്കെ പോലീസുകാർ കൊടുത്തിട്ടുള്ള ചില പേരുകളാണ്. ആ പേരുകളുടെ പിറകിലുള്ള മർദ്ദനം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആ മർദ്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചിത്രരൂപത്തിൽ ഈ വരകളുടെ പിറകിൽ നിങ്ങളായിരുന്നു എന്ന പേരിലൊരു ബ്രോഷർ അന്ന് ഇറക്കിയിരുന്നു. അതൊരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആ മർദ്ദനങ്ങൾ ആ നിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം എത്രയോ ഇപ്പോൾ യദുകൃഷ്ണൻ്റെ 21 Months of Hell, അതിൽ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം വന്ന ഒരുപാട് കേരളത്തിലെ ലേഖനങ്ങളിലെല്ലാം ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും 1-2 ചിത്രങ്ങൾ അതിനകത്ത് കൊടുക്കാറുണ്ട്. വന്ന എല്ലാ ലേഖനങ്ങളിലും എല്ലാ വർഷവും അടിയന്തരാവസ്ഥ വരുമ്പോൾ ഈ അന്ന് ആ ബ്രോഷറിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വരാത്ത ഒരു അടിയന്തരാവസ്ഥ പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ രൂഢമൂലമായിരുന്ന ഈ അടിയന്തരാവസ്ഥയിലെ മർദ്ദനങ്ങളുടെ ഒരു രൂപം അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു ബ്രോഷറായിട്ട് ഇറക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അത് അസോസിയേഷൻ ചെയ്ത ഒരു വലിയ കാര്യമാണ്. അസോസിയേഷൻ പിന്നെ ഒരു സൂവനീർ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്നും അതുപോലെ കേരളത്തിൽ പല സ്ഥലത്തും അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ടുള്ളവരുടെ വിവരണങ്ങളുണ്ടായിരുന്നു. രമേശൻ നായരുടെ ഒരു കവിത അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അതുണ്ടായിരുന്നു. അതെല്ലാം ചേർത്തിട്ട് ഒരു അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് ഏതാണ്ട് മറന്നു കിടന്ന ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ അങ്ങനെ മറന്നു പോകാൻ അനുവദിക്കപ്പെടാതിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന ആളുകളെ ഓർമ്മപ്പെടുത്തിയത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് കാരണം ആളുകളെ അത് നമ്മൾ ചരിത്രം ഓർത്തില്ലെങ്കിൽ നമുക്ക് ചരിത്രം സൃഷ്ടിക്കാനൊക്കുകയില്ല. നമ്മുടെ പൂർവികർ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ആത്മാഹുതി നൽകിയ അനേകായിരം ആളുകളെ ഓർത്തിട്ടാണ് നമ്മൾ ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ആവേശമുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ഈ തലമുറയിൽ ഇന്നും ഈ നാട് നിലനിൽക്കുന്ന അങ്ങനെയുള്ള ത്യാഗങ്ങൾ കൊണ്ടാണ്. ആ ത്യാഗങ്ങൾ രേഖപ്പെടുത്താതെ പോയാൽ, ഓർമ്മപ്പെടുത്താതെ പോയാൽ, അറിയപ്പെടാതെ പോയാൽ, അല്ലെങ്കിൽ അറിയിക്കപ്പെടാതെ പോയാൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മഹാപരാധമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം നാളിൽ സാന്ദർഭികമായിട്ട് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലും 50-ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 50 വർഷത്തിലേറെ, അരനൂറ്റാണ്ടിലേറെ കാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഈ അടിയന്തരാവസ്ഥയെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് അടിയന്തരാവസ്ഥ വരാതെ നോക്കാനും, അടിയന്തരാവസ്ഥ വന്നാൽ അതിനെ നേരിടാനും, അതിൽ നിന്ന് നമുക്ക് ഒരു പുതിയ ഭാരതം, നമ്മളൊരു
ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത്, നമ്മൾ ലോക ഗുരുവാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇങ്ങനെ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്ത അനേകം ആളുകളുടെ ജീവിതങ്ങളാണ്. അതാണ് നമ്മളുടെ സ്വാതന്ത്ര്യം ഇതുവരെ നമ്മളെ കാത്തു സൂക്ഷിച്ചത്. നമുക്ക് അങ്ങനെ ഒരു ഭാരതത്തെക്കുറിച്ച്, വികസിത ഭാരതത്തെക്കുറിച്ചും ഒരു ഭാരതം ലോക ഗുരു ആകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് അടിയന്തരാവസ്ഥയിലെ പോരാളികളുടെ ത്യാഗം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ നമുക്ക് ഈ ദിനത്തിൽ നമുക്ക് സ്മരിക്കാം. അവരുടെ ഓർമ്മകൾ നമുക്ക് അടുത്ത തലമുറയിലേക്കും പകർന്നു കൊടുക്കാം.